എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും വെച്ചിട്ട് ചെയ്യുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. പുറമേ നല്ല പഞ്ഞി പോലെ അകത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ് വന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു പലഹാരം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ നമ്മൾ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അധികം പഴുത്തത് അല്ലെങ്കിൽ ഒരു കറയുടെ ഒരു ചുവ വരുമല്ലോ, ആ ഒരു ടൈപ്പ് പഴം എടുക്കാതിരിക്കാം കേട്ടോ. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയതായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ്. 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നിങ്ങൾ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി അളന്നിട്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു ഗോതമ്പ് പൊടിയുടെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ മൈദാമാവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു 1/2 കപ്പ് മൈദാമാവ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തീർത്തും ഓപ്ഷണലാണ്. ആ ഒരു ഗോതമ്പിൻ്റെ ഒരു കുത്തലൊന്നും ഒട്ടും തന്നെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ മൈദ ഒഴിവാക്കുകയാണെങ്കിൽ അതിന് പകരമായിട്ട് 1/2 കപ്പ് തന്നെ ഗോതമ്പ് പൊടി എടുത്താൽ മതി. ഇനി ഈ പൊടിയിലേക്ക് നമുക്കൊരു 2.5 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ്ക്ക് പകരമായിട്ട് നമുക്ക് ഓയിലോ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഏത് ഓയിലാണോ ഫ്രൈ ചെയ്യുന്നത് ആ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 2 ടൈപ്പ് ഓയിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇങ്ങനെ പത പോലെ വരും. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഒരു 3.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഒരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നമുക്കിതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് പൊടിയിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഡ്രൈഡ് ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ ചെറു ചൂടുള്ള ഒരു 1/4 കപ്പ് പാലിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഡ്രൈഡ് ഈസ്റ്റും ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചെറു ചൂട് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മയത്തിൽ നമുക്ക് ഈ ഒരു പൊടിയൊന്ന് കുഴച്ചിട്ട് എടുക്കണം. ഇതിലേക്ക് ഒരു 250 ml പാലാണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവനും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട. നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തിട്ട് ഏകദേശം എത്ര പാലായി എന്ന് പറയാം കേട്ടോ. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് നല്ല മയത്തിൽ സോഫ്റ്റ് ആക്കി ഒന്ന് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിലും കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് വേണം ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയി കുഴച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴക്കുകയാണെങ്കിൽ നല്ല മയത്തിൽ തന്നെ നമുക്ക് മാവ് കിട്ടും. ആ ഒരു ഓയിൽ ചേർത്ത് ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ നല്ല മയത്തിൽ നല്ല സോഫ്റ്റ് ആക്കി നമ്മൾ മാവൊന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ മാവ് നമ്മൾ നല്ല സോഫ്റ്റ് ആക്കി ഒന്ന് കുഴച്ചതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ ഓയിലൊന്ന് തൂത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ മാവ് നമുക്കിതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കും കൂടെ നമുക്ക് കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം. ഒട്ടും തന്നെ അത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു നനഞ്ഞൊരു തുണി ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം തന്നെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ 250 ml പാലെടുത്തിരുന്നു. അതിൽ ഏകദേശം എനിക്കൊരു 150 ml പാല് മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. ഒരു 100 ml പാല് മിച്ചമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാവിലേക്ക് ചെറു ചൂട് പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മയത്തിൽ കുഴച്ചിട്ടെടുത്താൽ മതി. അഥവാ നിങ്ങളിത് കുഴക്കുന്ന സമയത്ത് കുറച്ച് പാല് കൂടി പോയിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ചും കൂടി പൊടിയിട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരച്ച് ശർക്കരയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരച്ച് ശർക്കര ഞാൻ ഇതുപോലെ പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ശർക്കര ഉരുകി വരാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടങ്ങ് വെള്ളം പോലെ ഇരിക്കുന്ന രീതിയിലല്ല നമ്മൾ ശർക്കര ഉരുക്കിയിട്ട് എടുക്കേണ്ടത്. കുറച്ചൊന്ന് കട്ടിക്കിരിക്കുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ ശർക്കര ഉരുക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയിട്ടെടുക്കാം. അപ്പോൾ ശർക്കര ഇവിടെ ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും കരടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഏത്തപ്പഴം ചെറിയതായിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ പഴം ഏകദേശം നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ്. തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക.
തേങ്ങയും കൂടി ഇട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടായതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്കയുടെ കുരു ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഏലക്ക ചതച്ചോ അല്ലെങ്കിൽ ഏലക്ക പൊടിയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കാഷ്യൂനട്ട് ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാഷ്യൂനട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ പച്ചക്കിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ഒരു ശർക്കരപ്പാനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ ശർക്കര ഉരുക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതാവുമ്പോൾ നമ്മൾ പിന്നീട് ഒരുപാട് നേരം ഒന്നും ഇളക്കി കൊടുക്കണ്ട. പെട്ടെന്ന് തന്നെ നമുക്കതങ്ങ് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു ശർക്കരപ്പാനിയൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് പൊങ്ങാൻ വെച്ചിട്ട് ഒരു 1.5 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ തന്നെ നമുക്കൊന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലാസ്റ്റിക് wrap-എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇത് നമുക്കൊരു 6 ബോൾസ് ആക്കിയിട്ട്, അതായത് ഏകദേശം ഒരേ വലിപ്പത്തിലൊരു 6 ബോൾസ് ആക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ ബോൾസ് ആക്കിയതിന് ശേഷം നമ്മളിതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് ഈ ഒരു മാവിൽ നിന്ന് ഒരെണ്ണം ഇതുപോലെ എടുത്തിട്ട് ബാക്കി നമുക്കൊരു പ്ലാസ്റ്റിക് wrap-ഓ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ച് കവർ ചെയ്ത് തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ അതങ്ങ് ഇരുന്ന് ഡ്രൈ ആയി പോവും. അപ്പോൾ ഈ ഒരു മാവ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാടങ്ങ് കട്ടി കുറയ്ക്കാതെ ചെറിയൊരു കട്ടിക്ക് തന്നെ ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. കുറച്ച് പൊടിയൊന്ന് വെതറി കൊടുത്താൽ മതി. പക്ഷെ നമ്മളങ്ങനെ പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈ കൊണ്ട് തന്നെ നമുക്കിത് പരത്തിയിട്ടെടുക്കാവുന്നേ ഉള്ളൂ. അത്രയ്ക്ക് സോഫ്റ്റ് ആണ് മാവ്. കൈ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ട് ആക്കി നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം കൈ കൊണ്ട് തന്നെ. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഏകദേശം ഈ ഒരു കട്ടിക്ക് ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് കട്ടി അങ്ങ് കുറഞ്ഞു പോകരുത്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരുപാടങ്ങ് നമ്മൾ നിറച്ചങ്ങ് വെച്ച് കൊടുക്കണ്ട. കുറച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അതങ്ങ് ഒട്ടിച്ചെടുക്കാനങ്ങ് പ്രയാസമാവും. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ലപോലെ തന്നെ പ്രസ് ചെയ്ത് വീണ്ടും ഒന്ന് മടക്കിയിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിതിൽ ഈസ്റ്റ് ചേർത്തായതുകൊണ്ട് തന്നെ ഇത് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഒന്ന് പൊങ്ങി വരും. നല്ലപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് അതങ്ങ് പൊട്ടി അങ്ങ് പോവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഈ ഒരു മാവൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് നമുക്ക് റൗണ്ട് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിലൊക്കെ ആണെങ്കിലും ചെയ്തിട്ടെടുക്കാവുന്നതാണ്. നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ മുട്ടയുടെ ഒരു എരിവുള്ളൊരു ഫില്ലിങ് വെച്ചിട്ട് ഒരു സ്നാക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതുപോലെ മധുരമുള്ളൊരു ഫില്ലിംഗ് അല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവുള്ളൊരു ഫില്ലിംഗ് ആണ് അകത്ത് വേണ്ടെങ്കിൽ ആ ഒരു സ്നാക്സ് നിങ്ങളൊന്ന് കാണുക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള 5 ബോൾസ് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു മാവെല്ലാം തന്നെ ഞാൻ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഓയിലിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. ആദ്യം നമ്മൾ 1-2 എണ്ണ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ബാക്കി നമ്മളൊരു പ്ലാസ്റ്റിക് wrap-ഓ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ചിട്ടൊന്ന് അടച്ചു തന്നെ കൊടുക്കാം കേട്ടോ. അതൊട്ടും തന്നെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും നമുക്ക് ആ ഒരു മാവൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പോലെ തന്നെ ഇതൊന്ന് പൊങ്ങി കിട്ടത്തുള്ളൂ. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയ്ക്കകത്തൊന്നങ്ങ് കോരി മാറ്റിയേക്കാം. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്തൊന്നങ്ങ് കോരി മാറ്റിയേക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് മൈദയും കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഗോതമ്പ് പൊടിയുടെ ഒരു കുത്തലൊന്നും തന്നെ വരുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. പിന്നെ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കര തന്നെ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എങ്കിലും ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ടേസ്റ്റിന് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ ഇത് നിങ്ങളൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, അതിൻ്റെ ആ ഒരു പുറമേ നല്ല പഞ്ഞി പോലെ സോഫ്റ്റുമാണ്, അകത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങുമാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക.
അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.